ഗിരീഷേട്ടാ, ബലരാമൻ സാറിന്റെ ടാർഗറ്റ് ആ വീട്. ആ കുടുംബത്തിൽ ഓരോരുത്തരെയും സാറ് നോട്ടം ഇട്ടിരിക്കുക. ഗിരിയേട്ടനും ബലരാമൻ സാറിന്റെ നോട്ടപ്പുള്ളിയാവും. അതെ, നിന്റെ ബലരാമന് ഒരാളോട് എതിർപ്പുണ്ടെന്ന് വെച്ച് നാട്ടുകാർ മുഴുവൻ അയാളെ എതിർക്കണം. എടാ, മസിൽ പവർ കൊണ്ട് ഒരാളെ തോൽപ്പിക്കുന്നത് അത്ര വലിയ കാര്യമല്ല. ബലരാമനേക്കാൾ ശക്തിയുള്ള ഒരാൾ വരുമ്പോ ബലരാമൻ അങ്ങ് തോറ്റുപോകും. ആദ്യം അയാളോട് സത്യത്തിന് നേരെ കണ്ണു തുറന്നൊന്ന് നോക്കാൻ പറ. അല്ലെങ്കിൽ തന്നെ ബലരാമന്റെ ശത്രുവാകുമെന്ന് പേടിച്ചോടുന്ന എല്ലാ മനുഷ്യരിൽ നിന്ന് അകലം പാലിക്കണമെന്നാണ് നീ പറയുന്നത്. ഛേ, നാണോ ഇല്ലാതെ നിനക്ക് ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ? ഗിരീഷേട്ടാ, ഞാൻ ചില വരും വരകൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓ, ചന്ദ്രോത്തുമായി ഒരു അടുപ്പം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടടാ. ഞാനും അമ്മേ അതങ്ങ് സഹിച്ചോളാം. സാധാരണ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അധികാരത്തിൽ അള്ളി പിടിച്ചിരിക്കും. പക്ഷെ ഈ മനുഷ്യൻ നിസ്സാരമായിട്ടല്ലേ ആ സ്ഥാനം വലിച്ചെറിഞ്ഞ്. അതിൽ നിന്ന് മനസ്സിലായില്ലേ ആ മനുഷ്യന്റെ വ്യക്തിത്വം. അതെ, ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ രചനയെ തന്നെയായിരിക്കും.